ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും സംസാരിക്കാൻ സമയമായപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിശബ്ദത പാലിച്ചിട്ടുണ്ടോ? അതോ പറയാൻ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും പറയുകയും രാത്രി മുഴുവൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി നയപരമായി സംസാരിക്കണമായിരുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ആശയക്കുഴപ്പം എല്ലാവർക്കും സാധാരണമാണ്. സ്കൂളിലും ഓഫീസിലും ബന്ധങ്ങളിലും സോഷ്യൽ മീഡിയയിലും പോലും ഈ പ്രശ്നം നിലനിൽക്കുന്നു. ചിലർ സംസാരിക്കാൻ പഠിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുക മാത്രം ചെയ്യുന്നു. പക്ഷേ ഇനി അങ്ങനെയല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് 10 മനഃശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പറയാൻ പോകുന്നു. ഇവ നിങ്ങളുടെ ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും നിങ്ങൾക്കൊരു പുതിയ അറിവ് നൽകുകയും ചെയ്യും. സംസാരിക്കാനുള്ള കല ഒരു മാന്ത്രിക തന്ത്രത്തിൽ കുറഞ്ഞതല്ല. അത് നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുക മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുന്ന രീതി ആളുകൾ നിങ്ങളെ പ്രധാനമായി കണക്കാക്കുമോ ഇല്ലയോ എന്ന് നിർണയിക്കുന്നു. ഈ കല മനസ്സിലാക്കാൻ നിങ്ങൾ നയപരമായി സംസാരിക്കാൻ പഠിക്കേണ്ടത് ആവശ്യമാണ്. 1000 വർഷങ്ങൾക്ക് ശേഷവും ചാണക്യന്റെ തന്ത്രങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. സംസാരത്തിന് ഒരു ബന്ധം സ്ഥാപിക്കാനോ തകർക്കാനോ ഉള്ള ശക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സമയത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് വാക്കുകൾ പറയാൻ പഠിച്ചാൽ ഏത് സാഹചര്യത്തെയും തന്റെ നേട്ടത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം ഈ ലോകത്ത് ഏറ്റവും സത്യസന്ധരായ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത്. ഇല്ല എന്ന് പറയാൻ അറിയാത്തവർ, എപ്പോഴും നിശബ്ദരായിരിക്കുന്നവർ, എല്ലാവരുടെയും അഭ്യർത്ഥനകൾക്ക് സഹായഹസ്തം നൽകുന്നവരെന്നിവരാണ് ആദ്യം ആളുകൾ മുതലെടുക്കുന്നത്. കാട്ടിൽ നേരെ വളരുന്ന വൃക്ഷമാണ് ആദ്യം വെട്ടിമാറ്റപ്പെടുന്നത്. അതുപോലെ ജീവിതത്തിൽ സത്യസന്ധരായ ആളുകളെയാണ് ആദ്യം വെട്ടിമാറ്റുന്നത്. ചാണക്യൻ പറഞ്ഞത് ഇന്നും സത്യമാണ്. ചിന്തിക്കുക, നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടുന്നു. നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അവൻ വളരെ സുന്ദരനായി കാണപ്പെടുന്നു. പക്ഷേ അയാൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആ നല്ല മതിപ്പ് ഇല്ലാതാകും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഒരാളുടെ യഥാർത്ഥ വ്യക്തിത്വം അയാളുടെ സംസാര ശൈലിയിലാണ്. നിങ്ങൾ എത്ര മിടുക്കനായാലും എത്ര നല്ലവനായാലും ശരിയായി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും. അതുകൊണ്ടാണ് ഈ ലോകത്ത് അറിവും അനുഭവപരിചയവുമുള്ള പലർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തത്. സംസാരിക്കാൻ കഴിയാത്ത ഒരു കുട്ടിയെപ്പോലെ ശരിയായ വാക്കുകളും ശരിയായ രീതികളുമില്ലാത്തവരെ അവർക്കറിയില്ല. തൽഫലമായി പല നിർണായക നിമിഷങ്ങളിലും അവർ അവരുടെ മാന്യത നഷ്ടപ്പെടുന്നു. ഒരു ജോലി അഭിമുഖമായാലും ഒരു ബിസിനസ് ഇടപാടായാലും ഒരപരിചിതനുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയായാലും ഒരു ഡേറ്റായാലും ആത്മവിശ്വാസത്തോടെയും വൈദഗ്ധ്യത്തോടെയും നിങ്ങളുടെ അഭിപ്രായം ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്ന കല നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തെയും നിയന്ത്രിക്കാൻ കഴിയും. ഈ കല ആളുകളെ ആകർഷിക്കുക മാത്രമല്ല, നിങ്ങളെ ശ്രദ്ധിക്കാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. സംസാരിക്കാൻ കഴിയാത്തവരെ ലോകം ഒരിക്കലും പ്രധാനപ്പെട്ടവരായി കണക്കാക്കുന്നില്ലെന്ന് ചാണക്യൻ പറഞ്ഞു. അതിനാൽ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കൽ, നിങ്ങളുടെ സംസാര സമയം നിശ്ചയിക്കൽ, നിങ്ങളുടെ പെരുമാറ്റത്തിൽ അറിവ് കാണിക്കൽ എന്നിവ അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വ്യാജനാകേണ്ടതില്ല എന്നതാണ്. നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങൾ യഥാർത്ഥമാണോ വ്യാജനാണോ എന്ന് പെട്ടെന്ന് മനസ്സിലാകും. ലോകത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകർ വിശ്വസനീയരും ആകർഷകരുമാണ്. കാരണം അവർ സ്വയം ഉള്ളതുപോലെ പ്രകടിപ്പിക്കുന്നു. അവരുടെ സംസാരത്തിൽ സത്യമുണ്ട്. അതാണ് അവരുടെ വാക്കുകളെ ഹൃദയത്തിൽ എടുക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് 10 മനഃശാസ്ത്ര വിദ്യകൾ പഠിക്കാം. അവ ഏത് സാഹചര്യത്തിലും എങ്ങനെ സമർത്ഥമായി സംസാരിക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ദീർഘകാലം ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കുകയും ചെയ്യും. ആദ്യം നിങ്ങളുടെ സംസാരത്തിന് മൂല്യം നൽകുക. ആളുകൾ നിങ്ങളെ നിസാരമായി കാണരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെത്തന്നെ ഗൗരവമായി എടുക്കാൻ തുടങ്ങുക. ഇതൊരു ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ അതൊരു വലിയ കഴിവാണ്. നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുമ്പോൾ മാത്രമേ ലോകം അവയെ വിലമതിക്കൂ. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് വഴങ്ങുകയോ നിങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടു പോകുകയോ ചെയ്താൽ ആളുകൾ നിങ്ങളെ കുറച്ചുകൂടി വില കുറച്ച് കാണാൻ തുടങ്ങും. നിങ്ങൾ സ്വയം വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റാരും നിങ്ങളെ വിലമതിക്കില്ലെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞു.
അതിനാൽ നിങ്ങൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം വ്യക്തവും ആത്മവിശ്വാസവും ഉറച്ച നിലപാടുമുള്ളതായിരിക്കണം. നിങ്ങളുടെ പ്രായവും അനുഭവവും കുറവായിരിക്കാം, പക്ഷെ നിങ്ങൾ ദൃഢനിശ്ചയത്തോടെയും സംയമനത്തോടെയും നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ ആ വ്യക്തി എളുപ്പത്തിൽ സ്വാധീനിക്കപ്പെടില്ലെന്ന് കാണുന്ന ആൾ മനസ്സിലാക്കും. വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, ശബ്ദത്തിന്റെ സ്വരം, ശരീരഭാഷ ഇതെല്ലാം നിങ്ങളുടെ സംസാരത്തിന്റെ സ്വാധീനം നിർണ്ണയിക്കുന്നു. നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ സംസാരിക്കരുത്. കേൾക്കുന്ന ആളുകൾക്ക് താൻ എന്താണ് പറയുന്നതെന്നും അതിനെക്കുറിച്ച് അറിവുണ്ടെന്നും തോന്നിപ്പിക്കണം. നിങ്ങളെ അശ്രദ്ധമായി തൂക്കിനോക്കാൻ ആർക്കും അവസരം നൽകരുത്. നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നത് ആളുകൾ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുമെന്ന് നിർണ്ണയിക്കുന്നു. 2. ഇറുക്കിയ കണ്ണുകളോടെ സംസാരിക്കുന്നതും ഒരു കലയാണ്. വാക്കുകൾ ഉപയോഗിച്ച് കളിക്കുക എന്നത് മാത്രമല്ല, ശരീരഭാഷയെക്കുറിച്ചും സമർത്ഥമായി സംസാരിക്കുക എന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾ ഉപയോഗിക്കുന്ന രീതിക്ക് വലിയ സ്വാധീനമുണ്ട്. നിങ്ങളൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പലപ്പോഴും നിങ്ങളെയോ ഫോണിലോ ചുമരിലോ ക്ലോക്കിലോ നോക്കുന്നതിനു പകരം മറ്റെവിടെയെങ്കിലും അലഞ്ഞു നടക്കുമ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു? അവർ നിങ്ങളെയോ നിങ്ങൾ പറയുന്നതിനെയോ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പലരും ചെയ്യുന്ന ഒരു തെറ്റാണിത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റൊരാളുടെ കണ്ണിൽ നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര നന്നായി എന്തെങ്കിലും പറഞ്ഞാലും അതിന്റെ ആഘാതം പകുതിയായി കുറയും. നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ നിശബ്ദതയാണ് നല്ലതെന്ന് ചാണക്യൻ പറഞ്ഞു. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ വ്യക്തമായി ദൃശ്യമാകണമെന്നാണ്. കണ്ണുകൾ ഒട്ടിപ്പിടിക്കുക എന്നാൽ സംഭാഷണത്തിനിടയിൽ മറ്റൊരാളുടെ കണ്ണുകളിലേക്ക് നോക്കുക എന്നാണ്. പക്ഷേ അത് സ്വാഭാവികമായിരിക്കണം. അത് കൂടുതൽ നേരം തുറിച്ചു നോക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യരുത്. സമതുലിതവും സത്യസന്ധവുമായ നേത്രസമ്പർക്കം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും ബഹുമാനിക്കുന്നുണ്ടെന്നും മറ്റൊരാൾക്ക് തോന്നിപ്പിക്കും. മറ്റൊരു ദിശയിലേക്ക് ചിന്തിക്കുകയോ നോക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചലനം സാവധാനത്തിലും സ്ഥിരതയിലുമായിരിക്കണം. നിങ്ങൾ ഓടുന്നതായോ വിലസമായോ തോന്നരുത്. നിങ്ങളുടെ കണ്ണുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കുന്നു. നിങ്ങൾ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങളുടെ വാക്കുകളോടൊപ്പം നിങ്ങളുടെ ഉദ്ദേശവും മനസ്സിലാക്കും. 3. എതിരാളിയുടെ ബലഹീനത മനസ്സിലാക്കുക. ഇതൊരു ബന്ധവും സ്വാധീനവും സൃഷ്ടിക്കുന്നതിന്റെ തുടക്കമാണ്. സമർത്ഥമായി സംസാരിക്കുന്നതിന്റെ ആഴത്തിലുള്ള രഹസ്യം കേൾക്കുക മാത്രമല്ല, എതിരാളിയെ അനുഭവിക്കുകയുമാണ്. ഒരു വ്യക്തി പുറത്ത് എത്ര ശക്തനും ആത്മവിശ്വാസവും നിസ്സംഗവുമായി പ്രത്യക്ഷപ്പെട്ടാലും അയാളുടെ ഉള്ളിൽ എന്തോ തകർന്നിരിക്കുന്നു. പൂർത്തിയാകാത്ത ഒരു കഥ ഒരു ഭയമാണ്. അവനെ വീണ്ടും വീണ്ടും വേട്ടയാടുന്ന ഒരു ബലഹീനത. യഥാർത്ഥ കഴിവുള്ള വ്യക്തി ആ ബലഹീനത തിരിച്ചറിയുന്നവനാണ്. ചാണക്യൻ പറഞ്ഞു, ശത്രുവിനെ പരാജയപ്പെടുത്തുന്നതിനു മുമ്പ് അവന്റെ ബലഹീനത അറിയുക. നിങ്ങൾ ബന്ധങ്ങളിൽ ഈ തത്വചിന്ത പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും ജയിക്കാൻ മാത്രമല്ല, അവരുടെ ഹൃദയം കീഴടക്കാനും കഴിയും. ആളുകൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ആ വാക്കുകൾ ഏത് വേദനയിൽ നിന്നോ ഭയത്തിൽ നിന്നോ വരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരാൾ പണത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ബലഹീനത പണത്തോട് മാത്രമല്ല, ഭാവിയെക്കുറിച്ചുള്ള അവരുടെ അരക്ഷിതത്വവും ഭയവുമാണ്. ആരെങ്കിലും എപ്പോഴും പ്രശംസിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ചെറുപ്പകാലത്ത് വേണ്ടത്ര പ്രശംസ കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ അവർക്കിപ്പോഴും ആത്മവിശ്വാസമില്ലെന്നോമാണ്. ഒരാളുടെ ബലഹീനത മനസ്സിലാക്കി അവിടെ നിന്നൊരു സംസാരം ആരംഭിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഒരു ശ്രോതാവിനേക്കാൾ ഉപരിയായി ഒരു യഥാർത്ഥ സുഹൃത്തായി അനുഭവിക്കും. ഒരു സാധാരണ സംസാരം സ്വാധീനം ചെലുത്തുന്ന വിവര കൈമാറ്റമായി മാറുന്ന നിമിഷമാണിത്. ഈ ബന്ധം വളരെ കാലം നിലനിൽക്കും. 4. ആധികാരികത പുലർത്തുക. കാരണം ലോകം വ്യാജത്തെ വളരെ വേഗത്തിൽ തിരിച്ചറിയുന്നു. സമർത്ഥമായി സംസാരിക്കുന്നതിന്റെ വളരെ വലിയ മന്ത്രം നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുക എന്നതാണ്. പലർക്കും നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും ആകർഷികമാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം മുഴുവനായും മാറണം. ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒരു സെലിബ്രിറ്റിയെപ്പോലെ സംസാരിക്കാനോ വേണ്ടി ശബ്ദം മാറ്റണമെന്ന് അവർ കരുതുന്നു. എന്നാൽ ഇവിടെയാണ് അവർ വലിയ തെറ്റ് ചെയ്യുന്നത്. എതിരാളി ഒരു വിഡ്ഢിയല്ല. നിങ്ങൾ വ്യാജനാണോ അതോ യഥാർത്ഥനാണോ എന്ന് അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് അയാൾക്ക് തോന്നിയാൽ നിങ്ങളുടെ വാക്കുകളുടെ ആഘാതം അവിടെ അവസാനിക്കും. ഒരു മനുഷ്യന്റെ യഥാർത്ഥ വ്യക്തിത്വം വാക്കുകളുടെ വേഷവിധാനമല്ല, പെരുമാറ്റമാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയമായിരിക്കുന്നതുപോലെ പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും നിങ്ങളുടെ സംസാരത്തിൽ പുറത്തുവരും. മറ്റൊരാളെപ്പോലെ സംസാരിക്കുന്നതിനു പകരം നിങ്ങളുടെ സ്വന്തം ഭാഷ, നിങ്ങളുടെ സ്വന്തം ശൈലി, നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം എന്നിവ മെച്ചപ്പെടുത്തുക.
നിങ്ങളുടെ ശബ്ദത്തിന് മൂല്യം നൽകണമെങ്കിൽ അത് നിങ്ങളുടെ ആധികാരികതയും ആത്മവിശ്വാസവും ഉപയോഗിച്ച് കൊണ്ടുവരിക. നിങ്ങൾ മറ്റൊരാളെപ്പോലെ പ്രവർത്തിച്ചാൽ അത് സംഭവിക്കില്ല. നിങ്ങൾ വ്യാജനല്ലെന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്നും വിശ്വസിക്കുമ്പോൾ മാത്രമേ എതിരാളി നിങ്ങളെ ശ്രദ്ധിക്കൂ. അഞ്ചാമത്തെ നിശബ്ദതയും ഒരു കഴിവാണ്. എല്ലാറ്റിനെക്കുറിച്ചും സംസാരിക്കുന്നത് ജ്ഞാനമല്ല. സംസാരിക്കാനുള്ള കല സംസാരിക്കുക മാത്രമല്ല, ചിലപ്പോൾ ഏറ്റവും വലിയ ബുദ്ധി ശരിയായ സമയത്ത് നിശബ്ദത പാലിക്കുക എന്നതാണ്. ഇന്നത്തെ ലോകത്ത് എല്ലാം പറയുകയും എല്ലാ അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുകയും എല്ലാ സാഹചര്യങ്ങളോടും പ്രതികരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നമ്മൾ മറക്കുന്നു. എപ്പോൾ സംസാരിക്കണമെന്നറിയുന്ന ഒരാളാണ് യഥാർത്ഥ ബുദ്ധിമാനായ വ്യക്തി. എന്നാൽ അതിലും പ്രധാനമായി എപ്പോൾ സംസാരിക്കരുതെന്ന് അറിയുന്ന ഒരാളാണ്. നമ്മളിൽ പലരും ചിന്തിക്കാതെ മനസ്സിലുള്ളത് പറയുന്നു. അപ്പോൾ നമ്മൾ ആ വാക്കു പറയേണ്ടിയിരുന്നില്ലല്ലോ എന്ന് ഖേദിക്കുന്നു. ഈ നഷ്ടം വാക്കുകൾക്ക് മാത്രമല്ല, ചിലപ്പോൾ ബന്ധങ്ങൾ അവസാനിക്കുന്നു, അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ പ്രതിച്ഛായയും നശിക്കുന്നു. കേൾക്കാതെ ഉപദേശം നൽകുന്നതും ചിന്തിക്കാതെ സംസാരിക്കുന്നതും ഒരു വിഡ്ഢിയുടെ ലക്ഷണമാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞു. ഇതൊരാഴമേറിയ ആശയമാണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾ നിശബ്ദനായിരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളുടെ വാക്കുകളുടെ മൂല്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. നിങ്ങൾക്ക് എല്ലാവരോടും എല്ലാ സത്യവും പറയാൻ കഴിയില്ല. നിങ്ങൾക്കെല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാം പറയാൻ കഴിയില്ല. ചിലപ്പോൾ നിശബ്ദതയാണ് നിങ്ങളെ വളരെ വ്യത്യസ്തനും ബുദ്ധിമാനുമാക്കുന്ന ശക്തി. നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നു, അവൻ തന്റെ മനസ്സിനെ ഭാരം കുറയ്ക്കുന്നു. അവൻ കേൾക്കാൻ വന്നിരിക്കുന്നു, നിങ്ങളെ വിചതിക്കാനല്ല, മറിച്ച് നിങ്ങൾ അവനെ ഓരോ തവണയും തിരുത്താനും വിശദീകരിക്കാനും ഉപദേശിക്കാനും തുടങ്ങിയാൽ അടുത്ത തവണ അവൻ നിങ്ങളോട് സംസാരിക്കില്ലായിരിക്കാം. മൗനം ഒരു ബലഹീനതയല്ല, അത് ഏറ്റവും വലിയ ആത്മനിയന്ത്രണമാണ്. നിങ്ങളുടെ വാക്കുകൾ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ വാക്കുകളുടെ മൂല്യം കൂടുതൽ വർദ്ധിക്കും. അത്തരമൊരു വ്യക്തി സംസാരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കും, കാരണം അവനൊരു കാരണവുമില്ലാതെ സംസാരിക്കില്ലെന്ന് അവർക്കറിയാം. ആറാമത്, എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദത പാലിക്കണമെന്നും മനസ്സിലാക്കുന്നതും ഒരു കഴിവാണ്. സംസാരിക്കുമ്പോൾ വാക്കുകൾ മാത്രമല്ല, അറിവും ഉപയോഗിക്കുന്നു. അറിവിന്റെ ഏറ്റവും വലിയ അടയാളം എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ നിശബ്ദത പാലിക്കണമെന്നും അറിയുക എന്നതാണ്. ശരിയായ സമയത്ത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് വാതിലുകൾ തുറക്കും. നിങ്ങളുടെ സംസാരത്തിൽ ആളുകൾക്ക് മതിപ്പുളവാക്കാൻ കഴിയും. നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജീവിതം മാറാനും കഴിയും. എന്നാൽ സംസാരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ ആ നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറും. അതിനാൽ ആദ്യം സാഹചര്യത്തെയും എതിരാളിയെയും മനസ്സിലാക്കുക. ഒരു സംഭാഷണം ആരംഭിക്കുന്നതിനു മുൻപ് ഒരിടവേള എടുക്കുക, ചിന്തിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ആ വിഷയത്തിലേക്ക് ആഴത്തിൽ പോകണം. തയ്യാറെടുപ്പും ധാരണയുമില്ലാതെ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് വെറും ബഹളം മാത്രമായിരിക്കും. എന്നാൽ എതിരാളിയുടെ താൽപ്പര്യം മനസ്സിലാക്കി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരത്തിന്റെ സ്വാധീനം കൂടുതലായിരിക്കും. ചാണക്യന്റെ ഒരു പ്രധാന ഫോർമുല നമുക്കിവിടെ ഓർമ്മിക്കാം. സമയം, സ്ഥലം, വ്യക്തി എന്നിവ അനുസരിച്ച് വാക്കുകൾ ഉപയോഗിക്കുക. അതായത്, അപ്പോൾ മാത്രമേ നിങ്ങളുടെ വാക്ക് ഫലപ്രദമായി കണക്കാക്കൂ. അത് സമയത്തിനും വ്യക്തിക്കും അനുയോജ്യമാകും. ഇപ്പോൾ ചോദ്യം, എതിരാളിയുടെ താൽപ്പര്യം എന്താണെന്ന് എങ്ങനെ അറിയാമെന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഇതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറച്ചു ശ്രദ്ധ ചെലുത്തുക. ഏതൊക്കെ പേജുകളാണ് അദ്ദേഹം പിന്തുടരുന്നത്? ഏതൊക്കെയാണ് അദ്ദേഹത്തിന് ഇഷ്ടം? ഏതൊക്കെ വിഷയങ്ങളോടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത്? ഏതൊക്കെ നേതാക്കളുമായോ സെലിബ്രിറ്റികളുമായോ ആണ് അദ്ദേഹം ഇടപഴകുന്നത്? ഏതൊക്കെ കമ്പനികളുമായോ ബ്രാൻഡുകളുമായോ ആണ് അദ്ദേഹത്തിന് താൽപ്പര്യം? ഈ കാര്യങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങളൊരു അനുബന്ധ വിഷയം ആരംഭിക്കുമ്പോൾ എതിരാളി ഉടൻ തന്നെ സ്വയം ബന്ധിതനാകും. ഓ, ഇതെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്ന നിമിഷമാണിത്. അവിടെ നിന്ന് സംഭാഷണത്തിന്റെ ശക്തമായ ഒരു പാലം നിർമ്മിക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് എതിരാളിയെ ബോധ്യപ്പെടുത്തിയാൽ അവൻ നിങ്ങളെ ശ്രദ്ധിക്കുക മാത്രമല്ല, ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്യും. 7. ഇല്ല എന്ന് പറയാൻ പഠിക്കുക. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് വലിയ നിരാശയാണ്. നിങ്ങൾക്ക് സമർത്ഥമായി സംസാരിക്കണമെങ്കിൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നും അത് സാധ്യമല്ലെന്നും ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ അതെ എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മൂല്യം കുറയ്ക്കുന്നു. എതിരാളി അസ്വസ്ഥനാകുമെന്നോ ദേഷ്യപ്പെടുമെന്നോ ബന്ധം തകരുമെന്നോ അവർ കരുതുന്നതിനാൽ പലരും ഇല്ല എന്ന് പറയാൻ ഭയപ്പെടുന്നു. എന്നാൽ എപ്പോഴും അതെ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വയം ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഒടുവിൽ സ്വയം നഷ്ടപ്പെടുമെന്ന് ചാണക്യൻ പറഞ്ഞു. ഇത് ഇന്നത്തെ പ്രൊഫഷണൽ ജീവിതത്തിനും വ്യക്തിജീവിതത്തിനും ഒരുപോലെ ബാധകമാണ്. ഇല്ല എന്ന് പറയുന്നത് ഒരു കലയാണെന്നും അത് അത്യാവശ്യമായ ഒരു കഴിവാണെന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
നിങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും ലഭ്യമായി വരണമെന്നില്ല. നിങ്ങൾ എല്ലാവർക്കും ലഭ്യമായാൽ ആളുകൾ നിങ്ങളെ കുറച്ചു കാണാൻ തുടങ്ങും. നിങ്ങൾക്ക് മുൻഗണനകളൊന്നുമില്ലെന്ന് അവർ കരുതും. അവിടെയാണ് നിങ്ങളുടെ മൂല്യം കുറയുന്നത്. ഇല്ല എന്ന് പറയുമ്പോൾ വ്യക്തവും നേരിട്ടുള്ളതുമായിരിക്കുക. എനിക്ക് ജോലിയുള്ളതിനാൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ ബഹുമാനത്തെയും ബന്ധങ്ങളെയും കുറയ്ക്കുന്നത് മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ അതിരുകൾ അറിയുന്നവനും അവരോട് സത്യസന്ധനുമായ ഒരാളായി നിങ്ങളെ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. സത്യമെന്തെന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ഒരാൾ ആരുടെയും നല്ല പുസ്തകത്തിൽ ഇടം കണ്ടെത്തും. എല്ലാവരുടെയും പിന്നാലെ ഓടുന്ന ഒരാൾ ഒടുവിൽ ക്ഷീണിതനാകും, എവിടെയും എത്തില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ജീവിതത്തിൽ മഹത്തായ ഒന്നും നേടാൻ നിങ്ങൾക്ക് കഴിയില്ല. കുറച്ച് സംസാരിക്കുക, പക്ഷേ ഹൃദയത്തെയും മനസ്സിനെയും സ്പർശിക്കുന്ന രീതിയിൽ സംസാരിക്കുക. സമർത്ഥമായി സംസാരിക്കുക എന്നാൽ എപ്പോഴും ധാരാളം സംസാരിക്കുക എന്നല്ല, മറിച്ച് ചെറിയ വാക്കുകളിൽ ധാരാളം പറയാൻ കഴിയുക എന്നതാണ്. ചെറിയ വാക്കുകളിൽ നിങ്ങൾക്ക് ധാരാളം പറയാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥ ബുദ്ധി. ഇന്നത്തെ ലോകത്ത് പലരും കരുതുന്നത് അവർ ധാരാളം സംസാരിച്ചാൽ അവർ കൂടുതൽ ബുദ്ധിമാന്മാരോ അറിവുള്ളവരോ ആയി കാണപ്പെടുമെന്നാണ്. പക്ഷേ നിങ്ങൾ ധാരാളം സംസാരിച്ചാൽ ആളുകൾക്ക് ബോറടിക്കുമെന്നും നിങ്ങളുടെ സംസാരത്തിന്റെ സ്വാധീനം കുറയുമെന്നും സത്യം. പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ കുടുങ്ങിപ്പോകും. ആചാര്യൻ ചാണക്യൻ പറഞ്ഞത് ഒരു വിഡ്ഢിയുടെ ലക്ഷണം അവർ പറയുന്നതല്ല, മറിച്ച് അവർ നിശബ്ദരാകുമ്പോഴാണെന്നാണ്. അതായത് നിശബ്ദത പാലിക്കേണ്ട സമയം മനസ്സിലാക്കുന്നതും സംസാരിക്കേണ്ട ശരിയായ നിമിഷം അറിയുന്നതും വൈദഗ്ധ്യമാണ്. സംസാരിക്കുന്നതിനു മുമ്പ് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. വാക്കുകളുടെ വിലയറിയുന്നവൻ ഓരോ വാക്യവും അമ്പാളം പോലെ ഉപയോഗിക്കും. നീണ്ട പ്രസംഗങ്ങൾ കാരണം ആളുകൾ നിങ്ങളെ പ്രധാനപ്പെട്ടവരായി കണക്കാക്കില്ല. പക്ഷേ നിങ്ങൾ കുറച്ച് വാക്കുകളിൽ ആഴത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് ഹൃദയത്തെ സ്പർശിക്കുകയും അതിന്റെ മുദ്ര പതിപ്പിക്കുകയും ചെയ്യും. 9. കേൾക്കാൻ പഠിക്കുക. ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും കഴിവുള്ളവൻ. ആളുകൾ നിങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കാൻ നിങ്ങൾ പഠിക്കണം. ഇത് വളരെ സിമ്പിളായി തോന്നുമെങ്കിലും ഇതാണ് ഏറ്റവും വലിയ കഴിവ്. ഇന്നത്തെ ലോകത്ത് എല്ലാവരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വളരെ കുറച്ചുപേർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ജ്ഞാനികൾ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. ചാണക്യന്റെ വചനം പറയുന്നു, കേൾക്കുന്നവൻ പഠിക്കുന്നു, പഠിക്കുന്നവൻ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നു. കേൾക്കുക എന്നത് വാക്കുകൾ പിടിക്കുക മാത്രമല്ല, മറ്റൊരാളുടെ വികാരങ്ങൾ, ചിന്തകൾ, ഉദ്ദേശ്യങ്ങൾ എന്നിവ മനസ്സിലാക്കുകയാണ്. നിങ്ങളൊരാളെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കവനെ വേണ്ട പോലെ മനസ്സിലാക്കാൻ കഴിയും. അവൻ എന്താണ് വേണ്ടത്, അവൻ എന്താണ് ചിന്തിക്കുന്നത്, എന്ത് കാര്യങ്ങൾ അവനെ ബാധിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിന്റെ ഭൂപടം നിങ്ങൾ വായിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പാര്യം ആരെങ്കിലും ബോധ്യപ്പെടുത്തുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നത് വളരെ എളുപ്പമായിരിക്കും. ഒരു സംഭാഷണത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ വാക്കുകളിൽ മാത്രമല്ല ബുദ്ധിശക്തിയും ആവശ്യമാണ്. ആ ബുദ്ധിശക്തി കേൾക്കുന്നതിലൂടെയാണ് വരുന്നത്. 10. നിങ്ങളുടെ എതിരാളിയുടെ ശരീരഭാഷ വായിക്കാൻ പഠിക്കുക. അപ്പോഴാണ് യഥാർത്ഥ വൈദഗ്ധ്യം ആരംഭിക്കുന്നത്. ശബ്ദം ഓഫ് ചെയ്ത് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? ശബ്ദമില്ലെങ്കിലും അഭിനേതാക്കളുടെ മുഖഭാവങ്ങൾ നോക്കി രംഗത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ഊഹിക്കാം. സങ്കടം, കോപം, സ്നേഹം അല്ലെങ്കിൽ ഭയം. ഇത് സംഭവിക്കാനുള്ള കാരണം ഒരു വ്യക്തിയുടെ ശരീരഭാഷയും മുഖഭാവങ്ങളും ഒരു വാക്കുമില്ലാതെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നതാണ്. യഥാർത്ഥ ജീവിതത്തിലെ ആശയവിനിമയത്തിലും നിങ്ങൾ ഇതേ ടെക്നിക്ക് ഉപയോഗിക്കണം. നിങ്ങളുടെ സംസാരത്തിനൊരു സ്വാധീനം ചെലുത്തണമെങ്കിൽ അത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോടോ ഒരു ക്ലയന്റിനോടോ അല്ലെങ്കിൽ ബന്ധങ്ങളിലോ ആവട്ടെ, നിങ്ങൾ സംസാരിക്കുക മാത്രമല്ല എതിരാളിയെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും വേണം. സംസാരിക്കുമ്പോൾ എതിരാളി എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അവന്റെ കണ്ണുകൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയുന്നതിൽ അവന് താൽപ്പര്യമുണ്ടോ, അതോ വെറുമൊരു പരിപാടി അവതരിപ്പിക്കുകയാണോ? അവൻ പുഞ്ചിരിക്കുകയാണോ, അതോ വിരസത കാണിക്കുകയാണോ? മറ്റേയാൾക്ക് നിങ്ങൾ പറയുന്നതിൽ യഥാർത്ഥ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സംഭാഷണം തുടരണം. എന്നാൽ അവൻ നിസ്സംഗത കാണിക്കുകയോ വാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയോ മറ്റെവിടെയെങ്കിലും ശ്രദ്ധ തിരിക്കുകയോ ചെയ്താൽ വിഷയം മാറ്റേണ്ട സമയമാണെന്ന് മനസ്സിലാക്കുക. ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് താൽപ്പര്യമുള്ളൊരു വിഷയത്തിലേക്ക് നീങ്ങിക്കൊണ്ടോ നിങ്ങൾക്ക് അദ്ദേഹത്തെ സംഭാഷണത്തിലേക്ക് തിരികെ കൊണ്ടുവരാം. ചാണക്യ നീതി പഠിപ്പിക്കുന്നത് ഇതാണ്. സാഹചര്യത്തിനും വ്യക്തിക്കും അനുസരിച്ച് സംസാരിക്കുന്ന രീതി മാറ്റുന്നവനാണ് ബുദ്ധിമാൻ. എതിരാളി എന്താണ് ചിന്തിക്കുന്നതെന്നും അനുഭവിക്കുന്നതെന്നും അറിയുന്നത് ചാരവൃത്തിയിൽ കുറവല്ല. ഈ കല അത് പഠിച്ച ഒരാൾക്ക് ആളുകളുടെ ഹൃദയം കീഴടക്കുന്നത് വളരെ എളുപ്പമാകും. ഉപസംഹാരം. അതിനാൽ ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ മാത്രമല്ല, വായനക്കാരനായിരിക്കുക. മുഖഭാവങ്ങൾ, ശരീരഭാഷ, കണ്ണുകളുടെ ഭാഷ എന്നിവ വായിക്കാൻ പഠിക്കുക. കാരണം സമർത്ഥമായി സംസാരിക്കുന്നത് വെറും വാക്കുകളിയല്ല,
ഇത് ഒരു പ്രവൃത്തിയാണ്. ഇവിടെയുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും പ്രധാനമാണ്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നൈപുണ്യത്തോടെ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന്. ശരിയായ രീതിയും ശരിയായ സമീപനവും അതിനു മതി. നിങ്ങൾക്ക് ഈ അറിവുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങളുടെ സംഭാഷണത്തിലും ഈ കല പിന്തുടരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇത്തരം ബുദ്ധിപരമായ വീഡിയോകൾ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കാരണം ഇവിടെ ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ജീവിതം മാറ്റിമറിക്കുന്ന നുറുക്കുകളും പരിഷ്കൃത ജ്ഞാനങ്ങളിൽ നിന്നുള്ള പാഠങ്ങളും കൊണ്ടുവരുന്നു. അതിനാൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കുന്ന കലയിൽ പ്രാവീണ്യം നേടാം, നിങ്ങളുടെ ജീവിതം കൂടുതൽ മികച്ചതാക്കാം.